നമസ്കാരം. വളച്ചുകെട്ടാതെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഗാസ സിറ്റി പിടിച്ചെടുക്കുവാൻ ജൂതപ്പട ഗാസ സിറ്റിയിലേക്ക്. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഹമാസിന് നേരെ നടത്തിയ ആക്രമണം, അതിനെ തുടർന്ന് മധ്യപൂർവേഷ്യയിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷങ്ങൾ, യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം, യുദ്ധത്തിന്റെ അന്തരീക്ഷം 22 മാസത്തോളം പിന്നിടുകയാണ്. വളരെ വലിയ രീതിയിലുള്ള ഒരു മാനുഷിക പ്രതിസന്ധി മധ്യപൂർവേഷ്യ, പ്രത്യേകിച്ച് ആ ഗാസ മേഖല അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗാസയിലെ ആ പ്രതിസന്ധിക്ക് ഉത്തരവാദികൾ ആരൊക്കെ? ആരാണ് അവിടുത്തെ ഇരകൾ? ആരാണ് അവിടുത്തെ വേട്ടക്കാർ? ഇസ്രായേലിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെ? അതിൽ അവർ വിജയിക്കുമോ? ഈ വിഷയങ്ങൾക്ക് വളച്ചുകെട്ടാതെയുള്ള ഉത്തരങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരിയാണ്. അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ, അന്താരാഷ്ട്ര പൊളിറ്റിക്സിനെ കൃത്യമായി അപഗ്രഥിച്ച് നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്ന വ്യക്തിത്വം കൂടിയാണ്. ഡോക്ടർ ജോസ് ജോൺ, ഒത്തിരി സ്നേഹത്തോടെ അങ്ങ് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിന്റെ കണ്ണുകൾ മിഡിൽ ഈസ്റ്റിലാണ്, ഗാസയിലാണ്. അതിനിർണായകമായിട്ടുള്ള സംഭവങ്ങൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു യുദ്ധം ഈ 22 മാസത്തോളം നീണ്ടു നിൽക്കുന്നു. അതിന്റെ കാരണക്കാർ യഥാർത്ഥത്തിൽ ആരാണ്? ഹമാസ് ആണോ അതോ ഇസ്രായേലാണോ? ഡോക്ടർ ജോസ്? നിശ്ചയമായും ഹമാസാണ്. അതിനെ സംബന്ധിച്ച് ഒരു ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2023 ഒക്ടോബർ 7-ാം തീയതി തീർത്തും അപ്രതീക്ഷിതമായി ഇസ്രായേലിന്റെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് കടന്നു കയറിയ 5000-ഓളം വരുന്ന ഹമാസ് ഭീകരന്മാരാണ് ഈ യുദ്ധം തുടങ്ങി വയ്ക്കാനും ഇത് ഇവിടെ വരെ എത്താനുമായിട്ടുള്ള കാരണക്കാർ. ഇത് വലിയ ചരിത്രമുള്ള സംഗതിയാണ്. ആരാണ് കാരണക്കാരെന്ന് ചോദിച്ചാൽ നിശ്ചയമായും അത് ഹമാസ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം, ഇപ്പൊ ഗാസയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ളൊരു പ്രൊപ്പഗണ്ട അവിടെ നിന്നും മറ്റ് മീഡിയകളിലേക്ക് അല്ലെങ്കിൽ സെക്യുലർ മീഡിയയിലേക്കൊക്കെ പ്രവഹിക്കുന്നുണ്ട്. ഗാസയിൽ വലിയ രീതിയിലുള്ള മാനുഷിക പ്രതിസന്ധി നടക്കുന്നു, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. ഗാസയിലെ കുട്ടികളെ സംബന്ധിച്ചുള്ള ചില ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. യഥാർത്ഥത്തിൽ നാം നോക്കുമ്പോൾ ഈ ഗാസയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് വരുത്തി വെച്ചത് ഈ ഹമാസിനെ അങ്ങ് അകമഴിഞ്ഞ് പിന്തുണച്ച അവിടുത്തെ ജനങ്ങളല്ലേ? കാരണം ഞാൻ ചോദിക്കാനുള്ള ഒരു കാരണമുണ്ട്. ഈ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ നിന്ന് ബന്ദികളെയൊക്കെ ഈ ഗാസയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ. ബന്ദികളുടെ മേൽ അടിക്കുന്നു, തുപ്പുന്നു, അവരുടെ മേൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ ക്രൂരതകളും അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പിന്നിൽ ഒരു പരിധിവരെ അവരും കാരണക്കാരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ? നിശ്ചയമായിട്ടും ഒരു ജനത അർഹിക്കുന്ന ഭരണകൂടത്തെയാണ് അവർക്ക് ലഭിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. അതൊരു പഴഞ്ചൊല്ലല്ല, ഒരു ആപ്തവാക്യവുമല്ല, അതൊരു സത്യമാണ്. ഒരു ജനത അർഹിക്കുന്ന ഭരണകൂടത്തെയാണ് അവർക്ക് ലഭിക്കുന്നത്. പക്ഷെ കാലം ഇത്രയും പുരോഗമിച്ച ഒരു അവസരത്തില് ഈ ഭരണകൂടം എന്ന് പറയുന്ന ആളുകൾക്കെങ്കിലും അല്പം വിവരം ഉണ്ടാവേണ്ടതാണ്. ഭരണകൂടം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അത് ഒരു ജനം അവരെ വിശ്വസിച്ച് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമേകും എന്ന് വിശ്വസിച്ച് ഒരു കൂട്ടരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവരെ ഏൽപ്പിച്ച ആളുകൾ അത്തരം കാര്യങ്ങൾക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള പക്വതയോ പാകതയോ ഇല്ലാത്ത ആളുകളാണെന്നും അവർ യോദ്ധാക്കളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വെറും കാട്ട് മല്ലന്മാരാണെന്നും ഇവരുടെ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ തിരിച്ചറിയും. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടായ വിഷയമല്ല എന്ന് നമുക്കറിയാം. ഇതിന് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുണ്ട്. ആ സഹസ്രാബ്ദങ്ങളുടെ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ 1900-ന്റെ തുടക്കത്തിലേക്ക് വന്ന് ബ്രിട്ടീഷ് മാൻഡേറ്റിലേക്കൊക്കെ വന്ന് അവസാനം യൂത രാഷ്ട്രം ഫോം ചെയ്യുന്ന 1948 എത്തുന്നു. 1948 ഏകദേശം ഒരു 10 വർഷം മുൻപാണ് യഹൂദരും പാലസ്തീനികൾ എന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളും തമ്മിലുള്ള ആ ക്ലാഷസ് തുടങ്ങുന്നത്. ആ ക്ലാഷസ് കയ്യിൽ നിൽക്കാത്ത ഒരു സാഹചര്യം വരുന്ന ഒരു അവസ്ഥയിലാണ് ബ്രിട്ടൻ ഇതിനെ 2ആയി വീതിക്കാം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തുന്നതും അങ്ങനെ 1948 അത് 2ആയിട്ട് വീതിക്കുന്നതും അതിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ച കഷ്ണം
യൂതന്മാരെ യഹൂദരെ വളരെ പെട്ടെന്ന് സ്വന്തമാക്കുകയും പാലസ്തീനികൾക്കായി നൽകിയ കഷ്ണം, പാലസ്തീനികളെ നമ്മൾ വിളിക്കുന്ന ആ ഒരു പേര്, അത് പിന്നീട് ഫോം ചെയ്ത് വന്ന പേരാണ്. ആ കഷ്ണം അവർക്ക് സ്വന്തമാക്കാൻ കഴിയാതെ പോവുകയും ചെയ്തതിന്റെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അവരുടെ ചുറ്റുമുണ്ടായിരുന്ന അറബ് രാജ്യങ്ങൾ ഈ പാലസ്തീന പ്രദേശം, അതായത് ഇന്നത്തെ ഇസ്രായേൽ രാജ്യവും വെസ്റ്റ് ബാങ്കും ഗാസയും ഉൾപ്പെടുന്ന പ്രദേശം തങ്ങളുടെ രാജ്യങ്ങളോട് കൂട്ടിച്ചേർക്കാമെന്ന് വിചാരിച്ച ഈജിപ്തും ജോർദാനും ലബനോണും ഒക്കെ ചേർന്ന്, സിറിയയും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ ബാക്കി പത്രമാണ് ഇന്നവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ അവരുടെ മതപരമായ യഹൂദരോടുള്ള ഒരു വലിയ വിദ്വേഷം വളരെ ചെറുപ്പത്തിലെ തന്നെ അവരുടെ തലയിൽ അടിച്ചു കയറ്റുന്ന ചില ചിന്തകളുണ്ട്. അതിനകത്ത് യഹൂദരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ ധർമ്മമാണ് എന്ന നിലയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം, അത് മനസ്സിൽ പേറുന്ന ഒരു ജനത. അപ്പം യഹൂദനാണോ അവൻ ശത്രുവാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ജനത, അവനെ കൊല്ലുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ജനത, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോവാൻ ഏറ്റവും നല്ലത് ഒരു യഹൂദനെ കൊല്ലുന്നതാണ് എന്ന നിലയിലുള്ള പാഠങ്ങൾ ലഭിച്ച ഒരു ജനത. ആ ജനത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹമാസ് എന്ന് പറയുന്ന ആ സംഘടന അത് 1980-കളിൽ രൂപപ്പെടുമ്പോൾ തന്നെ അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള അവസാനത്തെ ജൂതനെ വരെ അവസാനിപ്പിക്കും എന്നുള്ളതാണ്. പുഴ മുതൽ കടൽ വരെ എന്നൊക്കെയുള്ള മുദ്രാവാക്യത്തെക്കാളേറെയൊക്കെ പ്രോമിനന്റ് ആയി നിൽക്കുന്നത് ഈ യഹൂദൻ എന്ന് പറയുന്ന ആ ഒരു യഹൂദ ജനതയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യും എന്നുള്ള ഒരു ചിന്തയാണ് അവരുടെ ആപ്തവാക്യമായിട്ട് നിലനിൽക്കുന്നത്. അത് പാലസ്റ്റൈൻ ലിബറേഷൻ ഓർഗനൈസേഷൻ 1960-കളിൽ രൂപപ്പെടുമ്പോൾ അവരുടെയും ചിന്ത അത് തന്നെയായിരുന്നു. അവർ പലതവണ ശ്രമിച്ച് അടികിട്ടി പദം വന്നതിന് ശേഷമാണ് അവരത് ഉപേക്ഷിച്ചപ്പോൾ അവർക്ക് തീവ്രത പോരാഞ്ഞത് കൊണ്ട് ഈ പാലസ്റ്റൈൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ പിന്നീട് രൂപീകരിച്ച പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന വെസ്റ്റ് ബാങ്കിലെ ഭരണസംഘടനയുടെ ഒന്നും തീവ്രതയിൽ തൃപ്തി വരാതെ അതിൽ നിന്ന് വേർപെട്ടുണ്ടാക്കിയ ഒരു സാധനമാണ് ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന. ഈ ഭീകര സംഘടനയെ എങ്ങനെ ഇഫക്റ്റീവായി ഉപയോഗിക്കാമെന്ന് ഭീകരപ്രവർത്തകരെ ഉപയോഗിക്കുന്ന ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ചിന്തിക്കുകയും ഇവരെ ഓഗ്മെന്റ് ചെയ്യുകയും ഇവരെ ആയുധവൽക്കരിക്കുകയും ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചതിന്റെ അവസാന ഭാഗമാണ് നമ്മൾ കണ്ട 2023 ഒക്ടോബർ 7 എന്ന് പറയുന്ന സംഭവം. അപ്പൊ അതിൽ ജനതയെ സംബന്ധിച്ച് ജനതയ്ക്ക് ഇതിൽ പങ്കില്ലേ എന്ന് ചോദിച്ചാൽ ജനതയെ സംബന്ധിച്ച് അവരുടെ ബുദ്ധിയെ നമുക്ക് അളക്കാനാവില്ല. നേരെ മറിച്ച് അവരെ നയിക്കുന്നവരുടെ ബുദ്ധിയെ നമുക്ക് അളക്കേണ്ടി വരും. നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്താണെങ്കിലും നമ്മളൊരു ഭരണകൂടത്തെ ഇലക്ട് ചെയ്ത് വെക്കുന്നു. ഇപ്പൊ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, അല്ലെങ്കിൽ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. അവര് വരുത്തുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും നമുക്ക് പങ്കുണ്ട്, കാരണം നമ്മൾ അവരെ കസരക്കയറ്റി ഇരുത്തിയത്. എങ്കിൽ പോലും അവർക്കൊരു വകതിരിവ് വേണ്ടേ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉദിക്കുന്നുണ്ട്. തങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകളോടുള്ള വകതിരിവ് അവർക്ക് വേണ്ടേ? അങ്ങനെ ഇല്ലെങ്കിൽ അവരെ തന്നെ പിടിച്ച് താഴെ ഇറക്കാൻ ജനാധിപത്യത്തിൽ പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ ഹമാസിന്റെ കാര്യത്തിലും ഇതവിടെ സംഭവിക്കുന്നുണ്ട്. ഇന്ന് പാലസ്തീനുള്ള ജനങ്ങളിൽ ബഹുഭൂരിഭാഗം ആളുകളും മനസ്സുകൊണ്ട് ഹമാസിനെതിരാണ്. പക്ഷെ അവർക്കെതിരെ നിൽക്കാൻ ഇവർക്ക് ആയുധശക്തിയോ ആൾബലമോ ഇല്ലാത്തത് കൊണ്ട് അവർ അത് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഉള്ളുകൊണ്ട് ചോദിച്ചാൽ ഇന്ന് ഹമാസിനോട് ശത്രുതയായിരിക്കും പാലസ്തീനുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും എന്നാണ് പല സർവേകളും സൂചിപ്പിക്കുന്നത്. കൂടാതെ അവിടെ തന്നെ ഈ ഹമാസിനെതിരെ പൊരുതുന്ന വേറെ ഗോത്ര സംഘടനകളുമുണ്ട്. അതിനെ പിന്നിലൂടെ ഇസ്രായേൽ ആയുധം ഉന്നയിക്കുന്നതായിട്ടുള്ള ന്യൂസുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ IDF കൊന്നു എന്ന് പറഞ്ഞ് വരുന്ന വാർത്തകളിലെ ബഹുഭൂരിഭാഗം മരണങ്ങൾ സംഭവിക്കുന്നത് ഈ ഗോത്ര സംഘടനകൾ തമ്മിലുള്ള സായുധ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. IDF ആളുകളെ കൊന്നിട്ടല്ല. പിന്നെ കുഞ്ഞുങ്ങള്, ഇത് എല്ലാ കാലത്തും ഉപയോഗിക്കുന്ന ഒരു വാർത്തയ്ക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്ന സംഗതിയാണ്. എവിടെയാണോ മരണം ഇരിക്കുന്നിടത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് വെക്കുക എന്നുള്ളത് ഹമാസിന്റെ സ്ഥിരം തന്ത്രമാണ്. അവരുടെ കുഞ്ഞുങ്ങളോട് അവർക്ക് സ്നേഹമില്ല. അവരുടെ കുഞ്ഞുങ്ങളെ മരണത്തിന്റെ വായിലേക്ക് അവരെടുത്തു വെക്കുന്നു, മരണം അതിനെ വിഴുങ്ങുന്നു. എന്നിട്ട് എന്റെ കുഞ്ഞിനെ കൊന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിലവിളിക്കുകയാണ്. ശുദ്ധ ഭീരുക്കളായിട്ടുള്ള ഹമാസ് ഭീകര പ്രവർത്തകർ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മുൻപിൽ നിർത്തി അവരുടെ പിന്നിൽ ഒളിച്ചിരുന്ന് IDF-നെ ആക്രമിക്കുകയും അങ്ങനെ IDF-ന്റെ ഭാഗത്തു നിന്ന് വരുന്ന മരണം ഏറ്റുവാങ്ങാൻ ഈ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ബലിയാടാക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അവിടെ ഒരിക്കലും IDF ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് കൊല്ലില്ല.
2023 ഒക്ടോബർ 7 ഇസ്രായേലിന്റെ അതിർത്തി ഭേദിച്ച് അകത്ത് കിടന്ന ഹാമാസ് ഭീകരര്, പണ്ട് നമ്മള് ഭാരത പുരാണത്തിലൊക്കെ വായിച്ചിട്ടുള്ള ഹംസൻ ചെയ്ത പ്രവൃത്തി, കുഞ്ഞുങ്ങളുടെ കാല് പിടിച്ചിട്ട് നിലത്തടിച്ചു കൊല്ലുന്ന പണി, അതുവരെ അവർ ചെയ്തിട്ടുണ്ട്. അത്തരം പ്രവൃത്തികളൊന്നും IDF ചെയ്യില്ല. ഒരു കുഞ്ഞിനെ പോലും അവർ നേരിട്ട് അവരുടെ കൈകൊണ്ട് വധിക്കില്ല. അവരുടെ യുദ്ധത്തിന്റെ ഭാഗമായി അവർ ബോംബ് വർഷിക്കുമ്പോഴോ അല്ലെങ്കിൽ വെടിവെക്കുമ്പോഴോ ആ ഉണ്ട വരുന്ന സ്ഥലത്ത്, ബോംബ് വരുന്ന സ്ഥലത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് വെച്ച് കൊലയ്ക്ക് കൊടുക്കുകയാണ് ശരിക്കും ഹമാസ് ചെയ്യുന്നത്. ശരിക്കും കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ജൂത സംഘടന അല്ലെങ്കിൽ ഇസ്രായേൽ അല്ല, അത് ഹമാസ് ആണ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും അതിനുള്ള ഉത്തരം. ഓക്കെ, അങ്ങ് പറഞ്ഞു ഇപ്പൊ പാലസ്തീൻ ജനതയിലെ ഒരു ഭൂരിഭാഗം പേർക്ക് ഹമാസിനോട് എതിർപ്പുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഇങ്ങ് കൊച്ചു കേരളത്തിൽ പോലും ഈ പറയുന്ന ഭീകരർക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. തൃത്താലയിൽ നാം കണ്ടതാണ് ഈ ഹമാസ് ഭീകരരെ ആനപ്പുറത്ത് ഏറ്റുന്ന കാഴ്ച നാം കണ്ടതാണ്. ഇവരെ ഭീകരർ എന്ന് പോലും വിളിക്കാൻ നമ്മുടെ ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് മുട്ടിടിക്കും എന്നതാണ് മറ്റൊരു വസ്തുത. മാത്രമല്ല കേരളം മാത്രമല്ല, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പല തെരുവുകളിലും ഹമാസ് അനുകൂല പ്രതിഷേധങ്ങൾ അമേരിക്കയിൽ നാം കണ്ടതാണ്. യൂണിവേഴ്സിറ്റികളിലൊക്കെ എന്താണ് അവർ കാട്ടിക്കൂട്ടിയത് എന്ന് നാം കണ്ടതാണ്. അപ്പോൾ കൊല്ലുക എന്ന ഒരു ഒറ്റ ലക്ഷ്യത്തോടെ മാത്രം മുന്നോട്ട് നീങ്ങുന്ന ഒരു സംഘടനയ്ക്ക് ലോകമെമ്പാടും ഇത്തരത്തിലൊരു ആരാധക വൃന്ദം ഉണ്ട് എന്ന ഒരു വസ്തുത ഒരു ഭയം ജനിപ്പിക്കുന്നതല്ലേ, ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും? അതിന്റെ പ്രധാന കാരണം വിവരക്കേടിന് അതിർത്തികളില്ല എന്നുള്ളതാണ്. ഇത്തരം വിഷയങ്ങൾ ആരാ പഠിക്കുന്നത്? ഈ പറഞ്ഞു കേൾക്കുന്ന വിഷയങ്ങൾ അവരുടെ മുൻപിൽ വരുന്ന ഒച്ചപ്പാടുകൾ ശ്രദ്ധിക്കുക എന്നല്ലാതെ ഈ എന്താണ് ഇതിന്റെ കോർ ഇഷ്യൂ എന്ന് പഠിക്കാൻ ആരും തയ്യാറല്ല. എവിടെ നിന്ന് തുടങ്ങി, ഇതിന്റെ ചരിത്രം എന്താണ്, എങ്ങനെയാണ് ഇത് മുന്നോട്ട് വരുന്നത്, ഈ ജൂതന്മാർ എന്ന് പറഞ്ഞ ആരാണ്, എന്താണ് ഹോളോകാസ്റ്റ്, അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസുകൾ എന്താണ്, മരണത്തെ മുൻപിൽ കണ്ട് മരണത്തിന്റെ ഉള്ളിൽ നിന്ന് പിടഞ്ഞു വന്ന ആളുകളാണ് ജൂതന്മാര്. അവർക്ക് ഒന്നിനും ഭയമില്ല. അവരാകെ ചിന്തിക്കുന്നത് അവരുടെ മരണത്തെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുൻപിലുള്ള ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് യൂറോപ്പ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള മനുഷ്യർ മുഴുവൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തോ ഒന്നും അവരുടെ വിഷയമേ അല്ല. ലോകം എന്ത് പറയുന്നു എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അവർ ചിന്തിക്കുന്നത് അവരുടെ ജനത്തിന്റെ ജീവൻ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവരുടെ മുൻപിൽ നിൽക്കുന്ന എതിരാളികളെ ഭേദിക്കുമ്പോൾ അതിന് മുൻപിൽ നിൽക്കുന്നത് സ്ത്രീയാണോ കുഞ്ഞാണോ എന്ന് അവർ നോക്കില്ല. കാരണം അതിനെ അവർ വിട്ടുകളഞ്ഞാൽ നാളെ അത് തിരിച്ചു വന്ന് അവരുടെ നെഞ്ചിൽ അമ്പായി പതിക്കും എന്ന് അവർക്ക് ബോധ്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇതിനകത്ത് ഈ ലോകം മുഴുവൻ എതിർക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹാങ് ഓവർ ഇതിനകത്തുണ്ട്. 3 വയസ്സ് മുതൽ കുഞ്ഞുങ്ങളുടെ തലയിൽ അടിച്ചു കയറ്റുന്ന ചില ചിന്തകളുണ്ട്. ലോകത്തിലെ മനുഷ്യർ മുഴുവൻ തങ്ങളുടെ മതത്തിൽ പെടുന്നവരല്ലെങ്കിൽ അവർ തങ്ങളുടെ ശത്രുക്കളാണ്. അവരെ വധിക്കുക എന്നുള്ളത്, അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സംഹിത. ആ സംഹിതയാണ് വാസ്തവത്തിൽ ഈ പറയുന്ന തീവ്രവാദ ചിന്തകളെ ലോകമെമ്പാടും പോറ്റി വളർത്തുന്നത്. ഇതൊരു സ്ഥലത്ത് മാത്രം ലോകമെമ്പാടും പോറ്റി വളർത്തുന്നതാണ്. അപ്പൊ നമ്മളുടെ നാട്ടിലും അത്തരം ചിന്തകൾ പേറുന്ന ധാരാളം മനുഷ്യരുണ്ട്. അപ്പൊ അവര് പറയുന്നത് അവരെ എണ്ണത്തിൽ ധാരാളം ഉള്ളത് കൊണ്ട് അവർ വോട്ട് ബാങ്കാണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള തത്വദീക്ഷയുമില്ല. വോട്ട് കിട്ടണം എന്നല്ലാതെ തങ്ങൾ പിന്താങ്ങുന്നത് ആരെയാണ് എന്നതിനെ സംബന്ധിച്ച്, തങ്ങൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ചിന്തയില്ല. നാളെ ഇത് രാജ്യത്തെ ഏത് തരത്തില് ബാധിക്കും, നമ്മുടെ രാജ്യം ഒരുപക്ഷെ വർഗീയവൽക്കരിക്കാൻ സാധ്യതയുണ്ടോ, ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ കിട്ടുന്ന വോട്ട് വാങ്ങി തൽക്കാലം പെട്ടിയിടാമെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് മുസ്ലിം വിഭാഗം എന്ന് പറയുന്ന വലിയൊരു വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കിനകത്ത് തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സംഘടനയുണ്ട്. അതുകൂടാതെ തീവ്രവാദ സംഘടനകൾ, തീവ്രവാദ സ്വഭാവമുള്ള ധാരാളം സംഘടനകളുണ്ട്. ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളോട് ചായ്വുള്ള നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. അപ്പൊ അവരെ ഒരു വോട്ട് ബാങ്ക് ആക്കി എങ്ങനെ തങ്ങളുടെ പോക്കറ്റ് ഇടാമെന്ന് ഇവിടെ ഇടതുപക്ഷമെന്നും വലതുപക്ഷമെന്നും പേരിട്ട് വിളിക്കുന്ന സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. ഇവർ ഏത് പക്ഷമാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. കാരണം ഇവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായി ആരും കണ്ടിട്ടില്ല. സ്വഭാവേന എല്ലാവരും ഒന്ന് തന്നെയാണ്. അപ്പൊ അതിനിടയ്ക്ക് ഇറക്കുന്ന കുതന്ത്രങ്ങളിൽ ധാരാളം കുതന്ത്രങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പേപ്പറുകളിൽ ഇങ്ങനെ കാണുന്നു. എത്രയും ഏറ്റവും കുത്തി വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന രീതികൾ. അതിൽ പെടുന്ന ഒരു കാര്യം മാത്രമാണ് ഈ തീവ്രവാദികളാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതും ഹമാസ് ഭീകരന്റെ പടം എടുത്ത് ആനപ്പുറത്ത് കെട്ടിക്കൊണ്ട് നടക്കുന്നതും ഒക്കെ ആ കുതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യം മാത്രമാണ്. എന്തിനേയും എങ്ങനെയും ഉപയോഗിച്ച് വോട്ട് നേടുക, എന്നിട്ട് തങ്ങളുടെ മുഖം മിനുക്കാൻ വേണ്ടി തങ്ങൾ നല്ലവരാണെന്ന് ചിത്രീകരിക്കത്തക്ക രീതിയിൽ
പത്രമാധ്യമങ്ങളിൽ വന്ന് എഴുതുക. പത്രങ്ങൾക്കും എല്ലാം സൈഡുണ്ട്. കാരണം ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന വളരെ പ്രമുഖമായ പത്രങ്ങൾ പോലും സത്യം എഴുതാൻ മടിക്കുന്നതിന് കാരണം ഇവരുടെ പത്രം വിറ്റ് പോകണം. പത്രം വിറ്റ് പോയാൽ മാത്രമേ പത്രങ്ങളിൽ പരസ്യം കിട്ടുള്ളൂ. പത്രം വിറ്റ് നമുക്ക് തരുന്ന, നമ്മൾ പത്രത്തിന് കൊടുക്കുന്ന പൈസ കൊണ്ടല്ല ഒരു പത്രം ഓടുന്നതെന്ന് ഇന്ന് സാധാരണക്കാരായ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ കൊടുക്കുന്ന വില കൊണ്ടൊന്നും ഒരു പത്രം പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പത്രം പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് പരസ്യങ്ങൾ വരണം. അപ്പൊ പരസ്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പത്രത്തിന് സർക്കുലേഷൻ വേണം. പത്രത്തിന് സർക്കുലേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇത് വാങ്ങി വായിക്കണം. അപ്പൊ ഇവിടെ ആരാ കൂടുതലുള്ളത്? അവരെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ട രീതിയിൽ അവർ വാർത്തകൾ മോഡിഫൈ ചെയ്യുന്നു. ഇതൊക്കെ മാർക്കറ്റ് എക്കോണമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, സത്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. ഇതാണ് ഈ കാര്യത്തിൽ പറയുന്നത്. ഓക്കെ, വ്യക്തം. നമുക്ക് വീണ്ടും എനിക്കൊന്ന് യുദ്ധഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി വരാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള സംഭവവികാസങ്ങൾ, ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വ്യക്തമായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ 2-ാം തീയതി റിസർവ് സൈനികരൊക്കെ അങ്ങോട്ടേക്ക് എത്തും എന്ന വാർത്ത വരുന്നു. റിസർവ് സൈനികരെ തിരിച്ചു വിളിക്കുന്നു. ആയിരക്കണക്കിന് റിസർവ് സൈനികരാണ് ഈ ഒരു ദൗത്യത്തിൽ പങ്കാളികളാകാൻ പോകുന്നത്. നമുക്കറിയാം, ഇത് വളരെ റിസ്ക് പിടിച്ച ഒരു ദൗത്യമാണ് ഇനി ഇസ്രായേലിന്റെ മുമ്പിലുള്ളത്. ഗാസ സിറ്റിയിൽ ഏകദേശം 20 ലക്ഷത്തിലധികം സാധാരണക്കാരായിട്ടുള്ള ഹമാസ് ഭീകരർ എല്ലാവരും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ് ഗാസ സിറ്റിയിൽ നിലവിലുള്ളത്. അപ്പോൾ ഒരു കയ്യബദ്ധം വന്നു കഴിഞ്ഞാൽ അത് ഇസ്രായേലിനെ ലോകത്തിന് മുന്നിൽ ചീത്തയാക്കുന്ന വാർത്തകളൊക്കെ വരാനുള്ള സാധ്യത മുന്നിലുണ്ട്. എന്തുകൊണ്ട് ഇത്രയും വലിയൊരു റിസ്ക് ഇസ്രായേൽ, അതിനേക്കാൾ ഉപരി ബെഞ്ചമിൻ നെതന്യാഹു എടുക്കുന്നു? മാത്രമല്ല, ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ഈ ഒരു നടപടിയിൽ പല എതിർപ്പുകളും ഉണ്ട്. എന്തുകൊണ്ട് ഇത്ര വലിയൊരു റിസ്ക് അദ്ദേഹം എടുക്കുന്നു? ഇതില് എപ്പോഴും മനുഷ്യര് അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് നിൽക്കുക. ഇതിൽ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന മനുഷ്യൻ, അയാളെ ഒരു മോശയെ പോലത്തെ ഒരു മനുഷ്യനായിട്ട് കാണണം. അയാൾ ഒരു ലക്ഷ്യം മുൻപിൽ വെച്ചുകൊണ്ട്, അയാൾ 83 അതിലധികമോ വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അയാളുടെ ജ്യേഷ്ഠൻ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒരു പട്ടാളക്കാരനാണ്. ഇദ്ദേഹവും ആക്ഷനിൽ മുറിവ് പറ്റിയിട്ടുള്ള പട്ടാളക്കാരനാണ്. ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല. അപ്പൊ ഇവിടെ പത്രങ്ങളൊക്കെ പലപ്പോഴും എഴുതാറുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ കുറെ കേസുണ്ട്, ആ കേസ് നീട്ടി വലിക്കും. എന്ത് കേസ് ഉണ്ടെന്ന് ഈ പറയണേ? അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ്, അദ്ദേഹം ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ചില പരസ്യങ്ങൾ ഫ്രീ ആയി നൽകി എന്ന് പറയുന്ന ഒരു കേസ്. ആ ഫ്രീ ആയി നൽകിയ ഇദ്ദേഹം പറഞ്ഞിട്ടാണോ എന്നതിന് പ്രൂഫില്ല. ഇത് വിചാരണ കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ ഒരു നിയമം അനുസരിച്ചാണെങ്കിൽ ശിക്ഷിക്കാൻ പറ്റിയ ഒരു കേസ് പോലും ഇതിനകത്തില്ല. ഇദ്ദേഹം ഇവിടുന്ന് 2 ബോട്ടിൽ മദ്യം വാങ്ങി, മദ്യം ആരോ ഇയാൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു, കുറച്ച് സിഗാറുകൾ ഇയാൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേരുള്ള കേസ്. അല്ലാണ്ട് ഈ നമ്മുടെ നാട്ടിലെ പോലെ വൈദ്യുതി മന്ത്രി ആയിരിക്കെ മറ്റിടത്തുനിന്ന് പോയിട്ട് ഏതാനും 100 കണക്കിന് കോടികൾ പറ്റിച്ച കേസോ അല്ലെങ്കിൽ ആയുധം വാങ്ങുന്ന സമയത്ത് പറ്റിച്ച കേസോ അത്തരം കേസുകളൊന്നുമല്ല. ഇതൊക്കെ ഇങ്ങനത്തെ ചില സൗകര്യങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന സംഗതി, ചില സൗകര്യങ്ങളാണ്, അല്ലാതെ പണം ലഭിച്ച കാര്യമല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ അത്തരം കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയൊന്നും രാജ്യത്തിന് വേണ്ടി ആ മനുഷ്യൻ ഇത്തരം പ്രവർത്തികൾ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് തങ്ങളുടെ മക്കൾക്ക് ഉറങ്ങാൻ പറ്റുന്ന, തങ്ങളുടെ മക്കൾക്ക് സുരക്ഷിതമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. 2023 ഒക്ടോബർ 7 എല്ലാ ഇസ്രായേൽക്കാരന്റെ മനസ്സിലെയും അഗ്നിയാണ്. തങ്ങൾ സുരക്ഷിതരായി ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ തങ്ങളുടെ ഭവനങ്ങളിൽ കയറി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 വയസ്സ് പോലും തികയാത്ത കുഞ്ഞുങ്ങളെ കാലിന് പിടിച്ച് നിലത്തടിച്ച് കൊല്ലുന്നത് പോലത്തെ ക്രൂരത, തങ്ങളുടെ സ്ത്രീകളെ സ്ട്രീറ്റിൽ റേപ്പ് ചെയ്യുന്ന ക്രൂരത, തങ്ങളുടെ വൃദ്ധന്മാരെ കഴുത്തിന് ചവിട്ടി പിടിച്ച് കൊല്ലുന്ന ക്രൂരത, ആളുകളെ തീയിടുന്ന ക്രൂരത, വെടിവെച്ച് തുളയ്ക്കുന്ന ക്രൂരത, അവസാനം അവരുടെ ഭാഗം സേഫാക്കാൻ വേണ്ടി കയ്യിൽ കിട്ടിയ 1 വയസ്സ് പോലും തികയാത്ത കുഞ്ഞുങ്ങൾ മുതൽ 80-ന് മേലെ പ്രായമുള്ളവരും വരെ പ്രായമുള്ള 250 ആളുകളെയും ചുമന്നു കൊണ്ടുപോകുന്ന ക്രൂരത. 1251 പേരെ കൊന്നൊടുക്കി 250 പേരെ പൊക്കിയെടുത്തുകൊണ്ടുപോയി. ആ ഒരു ക്രൂരത നാളെ ആവർത്തിക്കപ്പെടരുത് എന്ന് നെതന്യാഹുവിന് നിർബന്ധമുണ്ട്. അത് ആവർത്തിക്കപ്പെടുകയില്ല എന്ന് ഉറപ്പാക്കുന്നതുവരെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ആരൊക്കെ എന്ത് പറഞ്ഞാലും തങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇന്നൊക്കെ ന്യൂസുകൾ വരുന്നുണ്ട്, ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങള്. അതിനെ സംബന്ധിച്ച് നെതന്യാഹു പറയുന്നത്, നിങ്ങൾ പാലസ്തീനെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ഇസ്രായേലിൽ നിന്നുള്ള ഇന്റലിജൻസ് സപ്പോർട്ട്, അതായത് മൊസാദിൽ നിന്ന് കിട്ടുന്ന ഇന്റലിജൻസ് സപ്പോർട്ട് ഏതൊക്കെ രാജ്യങ്ങളാണോ പാലസ്തീനെ ഐഡന്റിഫൈ ചെയ്യുന്ന ആ രാജ്യങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അദ്ദേഹം പറയുന്നത്. അതായത് ഈ മൊസാദിന്റെ ഇന്റലിജൻസ് സപ്പോർട്ട് കൊണ്ടാണ് ഭീകര പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ബ്രിട്ടൻ ആയിക്കൊള്ളട്ടെ, ഫ്രാൻസ് ആയിക്കൊള്ളട്ടെ, ജർമ്മനി ആയിക്കൊള്ളട്ടെ, എന്തിനാ അമേരിക്ക പോലും
ഈ മൊസാദിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ വല്ലാതെ ആശ്രയിക്കുന്നുണ്ട്. ഈ ഇന്റലിജൻസ് ഏജൻസികൾ തമ്മിൽ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഈ നെറ്റ്വർക്കിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്ന മൊസാദാണ്. ആ കണ്ണി പൊട്ടിക്കഴിഞ്ഞാൽ യൂറോപ്പിന് ഒരിക്കലും അവരുടെ മണ്ണിൽ തന്നെ നടക്കുന്ന, അവരുടെ മുറ്റത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനം തിരിച്ചറിയാനാവില്ല. അപ്പൊ അത് കട്ട് ചെയ്തുകൊണ്ട് പ്രതികരിക്കുമെന്നാണ് നെതന്യാഹു ഈ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വലിയൊരു വെട്ടിലാണ് വേണ്ടിയിരിക്കുന്നത്. അദ്ദേഹം പലസ്തീനെ അംഗീകരിക്കും എന്ന് പറഞ്ഞ വാക്ക് പാലിക്കണോ, അതോ ഈ രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വലിയ വിഷയത്തെ ഫേസ് ചെയ്യണമോ എന്നുള്ള ഒരു വലിയ ഡലമേൽ അദ്ദേഹം പെട്ടുപോയിട്ടുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് പോകുന്ന കൂട്ടത്തിൽ ഞാനിത് നമ്മൾ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. ഇവിടെ ആളുകൾ എന്ത് പറയും, അല്ലെങ്കിൽ എന്റെ മുഖം വികൃതമാകുമോ എന്നൊന്നും ചിന്തിക്കാതെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും തന്റെ രാജ്യത്തെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും മനുഷ്യർക്കും സുരക്ഷിതമായി ഉറങ്ങാനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നേറുന്ന ആ മനുഷ്യനെ നമിച്ചേ പറ്റൂ. അദ്ദേഹത്തിന്റെ ഭാഗമാണ് 100% ശരിയെന്ന് വിചാരിക്കുന്നു. ഞാനൊരു കുടുംബനാഥനാണ്. എന്റെ കുടുംബത്തിന്റെ മുറ്റത്ത് കത്തിയും വാളുമായി നിൽക്കുന്ന, പ്രതിരോധിക്കാൻ നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ തീർക്കാമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ. അവിടെ എന്നെ പറ്റി ആളുകൾ എന്ത് പറയും, മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്നും നോക്കാൻ എനിക്ക് സമയമില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ സംരക്ഷിക്കേണ്ടവർ എന്റെ കുടുംബത്തിനകത്തുള്ളവരാണ്. മറ്റുള്ളവർ പറയുന്ന അഭിപ്രായമല്ല എനിക്ക് പ്രധാനം. ഈ ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം ഈ 2023 ഒക്ടോബർ 7 ഭീകര പ്രവർത്തനം ഇത് വളരെ കൃത്യമായി ബോധമുള്ളവരുടെ മുൻപിലൊക്കെ വരച്ചിടുന്നുണ്ട്. ഇതിനോട് സഹിഷ്ണുത കാണിച്ചാൽ നാളെ വീണ്ടും വരാൻ പോകുന്ന ഇതേ തരത്തിലുള്ള ആക്രമണമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മതചിന്ത, 3 വയസ്സ് മുതൽ തലയിൽ അടിച്ചു കയറ്റുന്ന ഒരു മതചിന്ത ഇതിനകത്തുണ്ട്. തിരിച്ച് അടി കിട്ടി മാത്രമേ അത് ഭയപ്പെടുകയുള്ളൂ. മുഴുവൻ അറബ് രാജ്യങ്ങൾക്ക് ഈ ചിന്ത ഉണ്ടായിരുന്നല്ലോ. ഇവര് 2-3 പ്രാവശ്യം യുദ്ധം ചെയ്ത് ഇസ്രായേലിന്റെ നല്ല ഒന്നാന്തര അടി വാങ്ങിയിട്ട് തന്നെയാണ് ഇവർ പഠിച്ചത്. ആ ചിന്തയെ മാറ്റിവെക്കുന്നതാണ് തങ്ങളുടെ തടിക്ക് നല്ലത് എന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളെ ഇസ്രായേലിനെതിരെ യുദ്ധം മതിയാക്കി നിർത്തി ഇസ്രായേലിനെ സുഹൃത്തായി പ്രഖ്യാപിച്ചത്. അത് തന്നെ ഇവർക്കും ചെയ്യേണ്ടി വരും. അത് ചെയ്തില്ലെങ്കിൽ ഇസ്രായേൽ അവരെ കൊണ്ട് ചെയ്യിക്കും. അതുവരെ ഇത് മുന്നോട്ട് പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, വളരെ വ്യക്തമാണ്. മറ്റൊരു കാര്യം, ഈ ഇറാൻ വീണ്ടും കളത്തിൽ ഇറങ്ങുന്നു എന്ന സൂചനകൾ വരുന്നു. ഞാൻ ചോദിക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഹൂതികൾ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണം, അതും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ക്ലസ്റ്റർ പോർമുനയുള്ള മിസൈലുകൾ മധ്യ ഇസ്രായേലിലേക്ക് അവർ തൊടുത്തുവിട്ടത്. അതിന് മറുപടിയായിട്ട് ഇസ്രായേൽ ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുന്നു. ഈ ഹൂതികളുടെ പിന്നിൽ ആരാണെന്നുള്ളത് കൃത്യമാണ്. അത് ഹമാസ് ആയിക്കോട്ടെ, ഹിസ്ബുള്ള ആയിക്കോട്ടെ, അവരുടെ എല്ലാം തലതൊട്ടപ്പൻ, ഹൂതികളുടെ ഒക്കെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് ഇറാനാണ്. ഒരു ഭീകര സംഘടനയ്ക്ക് ഇത്ര വലിയ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആയുധങ്ങൾ, ബലിസ്റ്റിക് മിസൈലുകൾ, ക്ലസ്റ്റർ പോർമുനയുള്ള മിസൈലുകൾക്ക് ലഭിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഇറാനുണ്ട്. അപ്പോൾ ഇറാന്റെ ഒരു ലക്ഷ്യം എന്താണ്? ഒന്നാമത് ഈ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിലൂടെ അടികിട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അടികിട്ടിയിട്ടും പഠിക്കുന്നില്ല എന്നൊരു സൂചനയാണോ ഇറാൻ ഈ ഹൂതികളിലൂടെ ഇസ്രായേലിന് നേർക്ക് നടത്തുന്ന ആ ഒരു നീക്കങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവിടെയും അടിസ്ഥാനപരമായി മതം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇറാന്റെ മത നേതൃത്വം അതിന് ഭ്രാന്തമായൊരു ചിന്തയുണ്ട്. അത് അവരുടെ ബോധ്യമാണ്. അവരെ സംബന്ധിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഈ ഭൂമുഖത്വം തുടച്ചു നീക്കുക എന്നുള്ളത് അവരുടെ ദൈവം ഏൽപ്പിച്ച ദൗത്യമാണ്. ഒരു ഗോത്രത്തിന്റെ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ആ ചിന്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവരുടെ ഭാഗം ചിന്തിക്കുമ്പോൾ അത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ആ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും, ഏതറ്റം വരെ പോകും. ഇപ്പോഴത്തെ ഭരണകൂടം ഇറാനിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇറാൻ ഏത് വിധേനയും ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കും. എത്ര അങ്ങോട്ട് ആക്രമിച്ചാൽ, അല്ലെങ്കിൽ തൂത്തുകൊല്ലണം. നമ്മൾ ഈ നിസറൊക്കെ അടിക്കുന്ന പോലെയാണ്. ഈ നിസറ കടിച്ചു കഴിഞ്ഞാൽ അതിനെ വേണം തിരുമ്മി കൊല്ലാന്നല്ലാതെ അതിനോട് ഭയം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് കടിച്ചുകൊണ്ടേയിരിക്കും. ഇറാന്റെ മത നേതൃത്വത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. അവർ ഏത് വിധത്തിലെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാൻ അവര് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഹൂതികൾ എന്ന് പറയുന്ന ഈ കൂട്ടർ, യമൻ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യമല്ല. ആ രാജ്യത്ത് മുഴുവൻ മാളങ്ങൾ തുളച്ച് എവിടെയൊക്കെ ഇവന്മാർ ഒളിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ സനയിൽ പോകുന്നു, ഒരു സെറ്റ് ഓഫ് ആക്രമണം നടത്തുന്നു, അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർത്ത് കളയുന്നു. ഇവർക്ക് പട്ടിണി കിടന്നും സാധാരണ മനുഷ്യനെ പിഴിഞ്ഞെടുത്ത് റിസോഴ്സസ് ഉണ്ടാക്കിയും ഒക്കെ നല്ല ശീലമുള്ള ആളുകളാണ് ഈ ഭീകരപ്രവർത്തകർ എന്ന് പറയുന്നവര്. അപ്പൊ അവര് തലയ്ക്കകത്ത് ഈ വിഷം നിറച്ചു വെച്ചിരിക്കുകയാണ്. ആ വിഷത്തിന്റെ ഒരു പൊട്ടൻസിയില്, ആ വിഷത്തിന്റെ ഒരു ഡ്രൈവില് അവർ ഏതെങ്കിലും മാർഗങ്ങൾ സ്വീകരിച്ച് തങ്ങളുടെ ജനങ്ങളെ തന്നെ കൊല്ലുന്ന മാർഗങ്ങൾ സ്വീകരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹമാസ് ചെയ്യുന്നത് അവരുടെ തന്നെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? നമ്മുടെ രാജ്യം യുദ്ധം ചെയ്യുമ്പം സാധാരണ മനുഷ്യരെ ബോർഡറിൽ നിന്ന് മാറ്റി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടാണ് പട്ടാളക്കാരെ നെഞ്ചി വിരിച്ച് മുൻപിൽ നിൽക്കുന്നത്. ഈ സ്ത്രീകളെ കുഞ്ഞുങ്ങളെ പിടിച്ച് മുമ്പിൽ നിർത്തിയിട്ടാണ്. യമനിൽ ചെയ്യുന്ന പണി എന്താ? സാധാരണ മനുഷ്യരെ പിഴിഞ്ഞ് പട്ടിണിക്കിട്ട് അവരുടെ കയ്യിലുള്ള മുഴുവൻ റിസോഴ്സുകൾ വാങ്ങിയെടുത്താണ് യുവമാർ അവിടെ മിസൈൽ ഉണ്ടാക്കുന്നതും, ഇനി ഇറാൻ കൊടുത്ത മിസൈലുകളാണെങ്കിൽ തൊടുക്കാനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കുന്നതും, ഇസ്രായേലിനെതിരെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും. ഇറാനിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
ഇറാനിലെ സാധാരണ മനുഷ്യർക്ക് കുടിക്കാൻ വെള്ളമില്ല. ടെമ്പറേച്ചർ 53 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനുഷ്യർ അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാണ്. എന്നിട്ടും ഇന്നലെ പറഞ്ഞത് ഇറാന്റെ പിന്നെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് അവർ മിസൈൽ ഫാക്ടറികൾ വിവിധ രാജ്യങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ്. മിസൈൽ ഫാക്ടറികൾ, അല്ലാണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന മില്ലുകളല്ല, പിന്നെ എണ്ണ റിഫൈൻ ചെയ്യാനുള്ള സാധനങ്ങളല്ല, മിസൈൽ ഫാക്ടറികൾ. അപ്പൊ ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഈ ഭീകര പ്രവർത്തനം എന്നുള്ളത് നിശ്ചയമായും ഇസ്രായേലിന് നേരെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കും. അവരതിനെ അടിച്ച് അവസാനിപ്പിക്കുന്നത് വരെ ഇത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ലോകത്ത് ഓരോ ദിവസം കഴിയും തോറും ഇസ്ലാമിക രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഭീകര പ്രവർത്തനത്തിനോട് സുല്ലിടുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ ഒരു ഇറാൻ മാത്രമാണ് ഈ ഒരു പ്രവൃത്തി തങ്ങളുടെ ഒരു പിന്നെ ഒരു എന്താ പറയുക ഒരു മിഷനാണ് എന്ന നിലയ്ക്ക് വെച്ചിട്ടുള്ളത്. ഖത്തർ പോലും ഇതിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. ഖത്തർ ഉണ്ടായിരുന്നു, കുറച്ച് ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പൊ ഖത്തർ പോലും ഇതിൽ നിന്ന് വിട്ടു. ഇനി ആകെയുള്ളത് ഇറാൻ മാത്രമാണ്. അപ്പൊ ഇറാനിലെ ഈ ഒരു മത റെജിമിന്റെ ഭരണകൂടം അത് വീഴാൻ കുറച്ചുകൂടെ സമയം എടുത്തേക്കും. അത് നിലനിൽക്കുന്നിടത്തോളം കാലമേ ഈ ഭീകര പ്രവർത്തനത്തിന് ഇതുപോലെ പിടിച്ചു നിൽക്കാനാവും. അതുകൊണ്ട് തീർത്ത് പറയാൻ പറ്റില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഇത് കുറേശ്ശെയായിട്ട് വേര് പിടിച്ചു നിൽക്കും. കാരണം 3 വയസ്സ് മുതൽ ഇഞ്ചക്ട് ചെയ്യുന്ന ഈ വിഷമുള്ള തലകൾ ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ അത്യന്തികമായി വിജയിക്കാനൊന്നും അവർക്കാവില്ല. അത് തകർന്നു പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ഒരു സിനാരിയോ അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് ഇസ്രായേലിന്റെ 4 ദിക്കിൽ നമുക്കറിയാം, ഇപ്പോൾ ലെബനോനിൽ നിന്നും ഹിസ്ബുള്ളകൾ, ഇപ്പോൾ ഗാസയിൽ നിന്നും ഹമാസ്, ഇറാൻ, യമനിൽ നിന്നും ഹൂതികൾ, ഇപ്പുറത്ത് സിറിയയിൽ നിന്നും ഇസ്രായേലിനെ എതിർക്കുന്ന ശക്തികൾ, ഇറാഖിൽ നിന്നും അത്തരത്തിലുള്ള ശക്തികൾ, ഇവരെല്ലാവരും ചേർന്ന് ഒരുമിച്ചുള്ളൊരു അറ്റാക്ക് ഇസ്രായേലിന് നേർക്ക് നടത്തി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രതിസന്ധി ആയിരിക്കില്ലേ ഇസ്രായേലിൽ സൃഷ്ടിക്കുക? നമുക്കറിയാം, ഇസ്രായേലിന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവരുടെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ഇപ്പോൾ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന്റെ സമയത്തൊക്കെ അതിലേക്ക് ചെറിയ ലൂപ്പ് ഹോളുകളൊക്കെ ഇടാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇറാൻ അത്തരത്തിലൊരു സിനാരിയോ സ്വപ്നം കാണുന്നുണ്ടോ? അങ്ങനെ ഒരു സിനാരിയോ സംഭവിച്ചാൽ ഇസ്രായേലിന് എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? നമുക്ക് ആ ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത്. സാധ്യത തള്ളിക്കളയാം. അങ്ങനത്തെ ഒരു സാധ്യത ഇല്ല. ഇപ്പോൾ സിറിയൻ ഭരണകൂടത്തിന് നിവർന്നു നിൽക്കാനാവില്ല. അനങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ അടി കിട്ടും. അമേരിക്കയുടെ സൂപ്പർവിഷൻ ത്രൂ ഔട്ട് സിറിയയുണ്ട്. സിറിയയിൽ ഇറാൻ ഇപ്പോൾ യാതൊരു സ്വാധീനവും ഇല്ല. ഇറാനിൽ നിന്ന് ഏതെങ്കിലും ഒരു മന്ത്രി തലത്തിലുള്ള ആള് സിറിയ വിസിറ്റ് ചെയ്തിട്ട് എത്രയോ കാലമായിരിക്കുന്നു. ആരിപ്പോ സിറിയയിലേക്ക് പോകുന്നില്ല. കാരണം സിറിയയിൽ ഇപ്പോൾ ഭരണം ഏറ്റെടുത്ത ആള് മുൻ IS ഭീകരനാണെങ്കിലും അദ്ദേഹം സൗദി അറേബ്യയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ്. സൗദി അറേബ്യ US നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ സിറിയയിലേക്ക് നോക്കണ്ട. കഴിഞ്ഞ ദിവസം അഗാച്ചി ലെബനോണിൽ പോയിരുന്നു. അപ്പൊ ലെബനോണില് ഹിസ്ബുള്ളയെ ഡിസാം ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു. അവരോട് ആയുധം വെച്ച് കീഴടങ്ങാൻ വേണ്ടി ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. അപ്പം ആ ആവശ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അഗാച്ചി ലെബനോണിൽ പോയിരുന്നു. അഗാച്ചിക്ക് നെഗറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടിയത്. അതോടെ ലെബനോണിൽ നിന്നും നിശ്ചയമായും അങ്ങനെ ഒരു സഹായം കിട്ടില്ല. ഹിസ്ബുള്ളയ്ക്ക് വളരാനാവില്ല. കാരണം സിറിയ എന്ന് പറയുന്ന ഒരു ലിങ്കിലൂടെയാണ് ഇറാഖിലും ലെബനോണിലുമുള്ള ഹിസ്ബുള്ളയുടെ ഭീകര പ്രവർത്തകർ തമ്മിൽ ലിങ്ക് ചെയ്തിരുന്നത്. ആ സിറിയ മുറിക്കപ്പെട്ടതോടെ ഇനി ഇവർക്ക് ഈ ഹിസ്ബുള്ളയ്ക്ക് ഇനി വളരാൻ സാധിക്കുകയില്ല. മാത്രമല്ല, ഇസ്രായേൽ ഇസ് ഹൈലി വിജിലന്റ്. എവിടെയെങ്കിലും ഹിസ്ബുള്ളയുടെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നിരന്തരമായ ആക്രമണങ്ങൾ, ഇന്നലെയും ലെബനോണിൽ ആക്രമിച്ചിട്ടുണ്ട്. ലെബനോണിലൊക്കെ നിരന്തരമായ ആക്രമണം നടക്കുന്നുണ്ട്. പത്ര റിപ്പോർട്ടുകൾ വരുന്നില്ല എന്നേ ഉള്ളൂ. ഹിസ്ബുള്ള എവിടെയെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ മൊസാദ് കണ്ടുപിടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആകെ കുറച്ച് ജീവനുള്ളത് ഈ ഹൂത്തി എന്ന് പറയുന്ന ഒരു സാധനത്തിനാണ്. ഇത് ഈ പറയുന്ന ഗാസയിലെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇസ്രായേൽ നിശ്ചയമായും യമനിലെ ആ പ്രശ്നം തീർത്തിരിക്കും. മാത്രമല്ല, ഇസ്രായേലിന് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാൽ നിശ്ചയമായും അമേരിക്ക അവിടെയുണ്ട്. കാരണം ട്രംപ് ലോകത്തിലുള്ള എല്ലാ നേതാക്കന്മാരോടും കർക്കശമായി സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ വായ്മൊഴി വഴക്കം എല്ലാ നേതാക്കന്മാരും അറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം നെതന്യാഹുവിനോട് മാത്രം അത്തരത്തിലൊരു പെരുമാറ്റം ഒരിക്കലും കാണിച്ചിട്ടില്ല. നെതന്യാഹു പറയുന്ന എല്ലാ കണ്ടീഷൻസും എപ്പോഴും ട്രംപ് അംഗീകരിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ കുറച്ച് മസിൽ പിടിച്ച് കാണിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ 100% നെതന്യാഹു ചിന്തിക്കുന്ന വഴികളിലൂടെ ചിന്തിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും നമ്മളൊരു ആത്മീയ തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും ഇസ്രായേൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വലിയൊരു അത്ഭുതം തന്നെയില്ല. കാരണം ഗാസയിൽ വലിയ രീതിയിലുള്ള ഒരു എൻഗേജ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ലെബനോനിൽ ഹിസ്ബുള്ളകൾ ശക്തി ക്ഷയിച്ചെങ്കിലും അവിടെയും ചില സമയങ്ങളിൽ എൻഗേജ്ഡ് ആവേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. സിറിയൻ അതിർത്തിയിൽ ജാഗ്രത പാലിക്കേണ്ട അവസ്ഥ, ഇറാനോട് ജാഗ്രത പാലിക്കേണ്ട അവസ്ഥ, ആ പാരലായിട്ട് തന്നെ ഹൂതികളുടെ മിസൈലുകളെ കൗണ്ടർ ചെയ്യേണ്ട ഒരു അവസ്ഥ. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ഒരു കൊച്ചു രാജ്യം, കേരളത്തിന്റെ പോലും വലുപ്പമില്ലാത്ത ഒരു കൊച്ചു രാജ്യം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അതൊരു അത്ഭുതം തന്നെയല്ലേ? അക്ഷരാർത്ഥത്തിലും ദൈവത്തിന്റെ ഒരു കരം അതിലുണ്ടെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ലേ? നിശ്ചയമായും ദൈവകരമുണ്ട് എന്നുള്ളത് 100% ഉറപ്പല്ലേ. ദൈവകരമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം, അത് അവരെ സംബന്ധിച്ച് 1948 മുതൽ അവർ നടത്തിയ എല്ലാ യുദ്ധങ്ങളിലും
1948 യുദ്ധമായിക്കൊള്ളട്ടെ, 57 സുയസ് പ്രോബ്ലം ആയിക്കൊള്ളട്ടെ, 67 സിക്സ് ഡേ വാർ ആയിക്കൊള്ളട്ടെ, 73 യോം കിപ്പോർ യുദ്ധമായിക്കൊള്ളട്ടെ, 81 ലെബനോണില് PLO-യുമായി നടത്തിയ യുദ്ധങ്ങളായിക്കൊള്ളട്ടെ, എല്ലാ യുദ്ധത്തിലും എല്ലാ സ്ഥലങ്ങളിലും ദൈവകരം പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാം. അതിന്റെ ഏറ്റവും വലിയ പ്രകടനം സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ദൈവകരത്തിന്റെ ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള പ്രകടനം ഈ ഒരു യുദ്ധത്തിലാണ് നമ്മൾ കാണുന്നത്. കാരണം ഒരു സാധാരണ രാജ്യം എന്ന നിലയ്ക്ക് ഒരു ശക്തി എന്ന് ഇസ്രായേൽ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇന്ന് ഏഷ്യയിലെ തന്നെ വമ്പൻ രാജ്യങ്ങൾ, അതായത് ചൈന, റഷ്യ, ഇന്ത്യ പോലത്തെയൊക്കെ രാജ്യങ്ങളെ ഒഴിവാക്കി നിർത്തിയാൽ ഇന്ന് അറബ് രാജ്യങ്ങളുടെയൊക്കെ ഇടയിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യമായിട്ട് ഉയർന്നു വരാൻ ഇസ്രായേലിന് സാധിച്ചു എന്ന് മാത്രമല്ല, ഇറാൻ അവിടെ വലിയ ശക്തിയാണ് എന്ന് പറഞ്ഞ് മസ്ർ പിടിച്ചതെന്ന് ഇറാനെ വെറും വണ്ടിമറിയൻ തവളയാണെന്ന് പ്രൂവ് ചെയ്യാനും അവർക്ക് സാധിച്ചു. അപ്പൊ ഇപ്പം ഇസ്രായേൽ അവിടെ ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കാത്ത ഒരു ശക്തിയാണ്. ഇറാൻ വെറുതെ വാക്കുകൊണ്ട് കുറെ അഭ്യാസങ്ങൾ നടത്തുന്നുള്ളൂ, ഈ ഇസ്രായേലിനെ നേരെ നോക്കാൻ പോലും അവർക്ക് ധൈര്യമില്ല. അപ്പൊ ഇനി ഇസ്രായേൽ വീണ്ടും വന്ന് ആക്രമിക്കാതിരിക്കാനാണ് അവരിടയ്ക്കിടയ്ക്ക് ഓരോ ഗീർവാണം മുഴക്കൊണ്ടിരിക്കുന്നത്. അവർ ഈ അടിയിലുള്ള തെരപ്പം പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത്രയോട് നേരിട്ടൊരു യുദ്ധത്തിനൊന്നും അവർ ഒരിക്കലും മുതിരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിശ്ചയമായും ദൈവകരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, ഈ ഒരു കാലഘട്ടം ഈശോയുടെ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പം 2000 വർഷം തികയാൻ പോകുന്നു. ഈശോയുടെ മരണം, കുരിശുമരണം ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് AD 27 എന്ന കണക്കുകൂട്ടാണെങ്കിൽ ഈശോ 33 വയസ്സ് മരിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുമ്പം AD 27-നും AD 30-നും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈശോയുടെ കുരിശുമരണം എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞു വരുന്ന ഒരു സെക്കൻഡ് മില്ലേനിയം, 2000 വർഷത്തെ ഒരു 2000 വർഷമാണ് വരുന്നത്. സെക്കൻഡ് 2000 വർഷത്തിന്റെ പൂർണ്ണത വരുന്നുണ്ട്. നിശ്ചയമായും ലോകത്തിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അങ്ങ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതുപോലെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കട്ടെ. എത്രയും വേഗം മധ്യപൂർവേഷ്യയിൽ സമാധാനം ഉണ്ടാകട്ടെ. ഒപ്പം തന്നെ ഇസ്രായേലിന് സ്വന്തം ശക്തിയോട് കൂടി തന്നെ തങ്ങളുടെ ആ ഒരു ഏരിയയിൽ നിലനിൽക്കുവാനുള്ള എല്ലാ അവകാശവും ഇസ്രായേലിനുണ്ട്. അതിനുവേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത്. ആ പോരാട്ടത്തിൽ ഇസ്രായേലിന് വിജയം വരിക്കാൻ സാധിക്കട്ടെ. ഇസ്ലാമിക ഭീകരതയെ എതിർക്കുന്ന എല്ലാ രാഷ്ട്രങ്ങൾക്കും ഇസ്രായേലിന് ഉറച്ച പിന്തുണ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ മധ്യപൂർവേഷ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ച ഡോക്ടർ ജോസ് ജോൺ, അങ്ങേക്ക് നന്ദി.